അപ്പോൾ ലോലിറ്റ, വെൽക്കം ടു ലൈൻ കട്ട്. ഹായ് ചേച്ചി. എങ്ങനെ പോകുന്നു അഗ്നിപരീക്ഷ? ചാലഞ്ചിങ് ആണ്, പക്ഷെ അടിപൊളിയാണ്, എന്നാ റിസ്ക്യൂ ആണ്. നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് അല്ലേ? അതിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ അവിടെ? ഒട്ടുമില്ല, എല്ലാരും ഈക്വൽ ആയിട്ടാണ് അവിടെ എല്ലാരെയും കാണുന്നത്. അതല്ലേ വേണ്ടത്? എക്സാക്ട്ലി, അതന്നെയാണ് വേണ്ടത്. ലോലിറ്റ, ഒരു നമ്മൾ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ സീസൺ ആണിത് അല്ലേ? വാട്ട് മെയ്ഡ് യു അപ്ലൈ? അതായത് 18 വയസ്സേ ആയിട്ടുള്ളൂ, യു ആർ എ സ്റ്റുഡൻറ്, ദാറ്റ് ടു യു ആർ ഗോയിങ് ടു ബി എ പൈലറ്റ്. അങ്ങനത്തെ ഒരാള് അതിനൊരു ബ്രേക്ക് എടുത്തിട്ട് അഗ്നിപരീക്ഷയിലേക്ക് വരിക, വൈ? എനിക്ക് ചാലഞ്ചിങ് ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കംഫർട്ട് സോണിലിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒരു സ്ട്രേറ്റ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് വൺ ഓഫ് മൈ പാഷൻ ടു. അപ്പോൾ കണ്ടസ്റ്റന്റ് ആവാന്നുള്ളതോ? യാ, കാരണം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഒരാളെങ്കിലും എൻ്റെ ഒരു ഐഡിയോളജി കണ്ട് ഇൻസ്പയർ ആവും എന്നൊരു വിശ്വാസമാണ്. ലൈക്ക് മൈ വ്യൂസ്, നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നേരിടണം എന്നുള്ളൊരു വ്യൂ. Make it more clear, like your views, your ideology. What is it? Crisp-ആയിട്ട് പറ. വെൽ, നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മെയിൻലി ഇപ്പൊ തന്നെ അഗ്നിപരീക്ഷയിൽ കുറെ പരീക്ഷയിൽ വരുന്നതിന് മുമ്പായിരുന്നല്ലോ വ്യൂസും ഐഡിയോളജിയും കൊണ്ടും. ഓക്കെ, അങ്ങനെ. അപ്പൊ അതെന്തായിരുന്നു? വെൽ, ഞാനിപ്പോൾ സ്റ്റുഡൻറ് പൈലറ്റ് ആണല്ലോ. ഞങ്ങളെ മെയിൻലി പഠിപ്പിക്കുന്നത് എത്ര പ്രഷർ ഉണ്ടായാലും നമ്മൾ അതങ്ങനെ കാമായിട്ട് ഡീൽ ചെയ്യണം. ആ സെയിം തിങ് തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളും കുറേ ഭയങ്ങളും ഉണ്ടാവും, കുറേ ധൈര്യവും കിട്ടും. ഇതിനെല്ലാം കൂടെ ഇടയിൽ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്ത് കാമായിട്ട് മുന്നോട്ട് പോകണം, നമ്മുടെ ഗോളിലേക്ക് എങ്ങനെ എത്തണം, ആ ഒരു റെഫറൻസ്. പിന്നെ ഒരു ഏജ് ഇസ് നെവർ എ നമ്പർ എന്നൊരു എക്സാമ്പിളും കൂടി സെറ്റ് ചെയ്യാനാണ്. ഏജ് ഇസ് എ നമ്പർ, ലോലിറ്റ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ്. അതൊരു വെയിറ്റേജ് അല്ലേ? പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഒരു 18 വയസ്സുകാരി ഈ ഒരു ചാലഞ്ചസ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. സോ ഏജ് ഇസ് എ നമ്പർ. യാ, ബട്ട് ആ കുട്ടിക്ക് അങ്ങനെ തോന്നരുത്, അയ്യോ എനിക്ക് 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഒരിക്കലും തോന്നരുത്. ഇപ്പം എന്നെ ആ ഒരു വേദിയിൽ കാണുമ്പോൾ ഓ ഷീ ക്യാൻ ഡു ഇറ്റ്, സോ ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്, ആ ഒരു മെന്റാലിറ്റിയും കൂടി വരണം എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് എന്താണ് അടുത്ത പരിപാടി? അതായത് അഗ്നിപരീക്ഷയിൽ കണ്ടസ്റ്റന്റ് ആണ്, ഇനി മുന്നോട്ട് എങ്ങനെ? ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. ബിക്കോസ് ലോലിറ്റയ്ക്ക് ഇവിടെ വന്നു, ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനെയും കണ്ടു, അവരെത്ര കോമ്പറ്റന്റ് ആണെന്ന് ലോലിറ്റയ്ക്ക് അറിയാം. ഇത് ഈ ഗെയിം എത്ര അഗ്നി പരീക്ഷയാണെന്ന് ലോലിറ്റയ്ക്ക് അറിയാം, ഇല്ലേ? അപ്പം സ്റ്റിൽ യു ഫീൽ ലൈക്ക് ബിഗ് ബോസ് ഹൗസ് വരെ എത്തുന്നു? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചാലഞ്ചിങ് തിങ്സ് ഒക്കെ, റിസ്കി തിങ്സ് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ചാലഞ്ച് മൈ സെൽഫ്. ഇവിടെ വന്ന എല്ലാവരും എൻ്റെ അത്രയും തന്നെ കോമ്പറ്റീഷനിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് അത് തിരിച്ചാണോ? അതായത് എൻ്റെ അത്ര അവരോ അത് അവരുടെ അത്ര ലോലിറ്റയോ? എൻ്റെ അത്ര അവരെന്ന് ഞാൻ പറയും. കാരണം ഐ ഓൾവേസ് ഫൈൻഡ് മൈ സെൽഫ് ആസ് ലൈക്ക് ദ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ. എൻ്റെ ലൈഫിലാണെങ്കിലും എപ്പോഴും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഞാൻ കാണുമല്ലോ. അല്ലാണ്ട് ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് ഓ ഞാൻ അവനെക്കാട്ടും വീക്കാണെന്നുള്ളൊരു സംഭവം എനിക്കില്ല. അവൻ വേണമെങ്കിൽ എന്നെക്കാട്ടും വീക്കാണ്, അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടുപിടിക്കട്ടെ, അതന്നെ എന്നെ കണ്ടുപിടിക്കട്ടെ, ആ ഒരു മെന്റാലിറ്റിയാണ്. സോ ഇവിടെ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ ബെസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഐ ബിലീവ് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. എൻട്രി ഉണ്ടാവും. ശരി, ഇനി എൻട്രി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 7 സീസൺ കണ്ടല്ലോ, ലോലിറ്റ എത്ര ദിവസം നിൽക്കും? പ്രോപ്പർ കാൽക്കുലേഷൻ പറഞ്ഞു, എത്ര ദിവസം നിൽക്കും? 100 days. റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞ് ഒന്ന് പറയൂ. 100 days. 100 days നിൽക്കും. എന്നിട്ട് ഐ മീൻ ഐ വോണ്ട് ടു വിൻ ബിഗ് ബോസ് ഹൗസ്, ബിഗ് ബോസ് സീസൺ 8. ശരിക്കും എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിന്നർ ആവാൻ വേണ്ടി ചെയ്യാം? എഗെയിൻ ഇപ്പൊ പറഞ്ഞ മാതിരി ഞാൻ തന്നെയായിട്ട് തന്നെ ഇരിക്കും. എല്ലാവരും അയ്യോ എന്റെ ലോലിറ്റ കേട്ട് നമ്മള് ഓഡിഷൻ മുതൽ ഈ സീസൺ ഇവിടെ വരെയുള്ള എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നമ്മളൊക്കെ നമ്മൾ തന്നെയാണ്. മാറാനൊക്കെ ഓക്കെ. അടുത്തത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം പറയും. ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ, എത്ര പ്രഷർ കിട്ടിയാലും എത്ര അടി കിട്ടിയാലും ഞാൻ കാമായിട്ട് നിൽക്കും. ബട്ട് കാംനെസ് മാത്രമല്ല അവിടെ വേണ്ടത്, ഇച്ചിരി പോയി കഴിഞ്ഞാൽ വയലന്റ് ആവില്ല, ബഹളം വെക്കില്ല. വയലന്റ് ആവില്ല എന്നല്ല, എനിക്കൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. ആ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അതും പറഞ്ഞ് തല്ലുപിടിക്കാൻ പോകുന്നല്ല, ലൈക്ക് ഇപ്പൊ എനിക്കൊരു കാര്യം ഇഷ്ടമായിരുന്നെങ്കിൽ അത് ഞാൻ മുഖത്ത് നോക്കി പറയും. സോ എൻ്റെ ആ റെഫറൻസ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, ശരിയാണോ തെറ്റാണോ, ലൈക്ക് എനിക്ക് തന്നെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ഉത്തരവില്ല. ഐ സ്റ്റാൻഡ് വേർ ദർ ഈസ് റൈറ്റ്. ഞാൻ എന്റെ ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം. ലോലിറ്റ ഒരു ബിഗ് ബോസ് സീസൺ 8ന്റെ വിന്നർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, വാട്ട് ഇസ് ദ ക്വാളിറ്റി യു ഹാവ്? അതിനു വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. ഐ ക്യാൻ ബി ട്രിക്കി വെൻ ഇറ്റ് കം ടു ടാസ്ക് ആൻഡ് ഓൾ. പിന്നെ ഐ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ഇൻ ദ ഹൗസ്, ബിക്കോസ് നമ്മളവിടെ ഒരു പ്ലെയർ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പോയാൽ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ് ഇതൊന്നും ഉണ്ടാക്കില്ല? ഉണ്ടാക്കാം. ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ ട്രിക്ക് ടു.
ഓക്കെ, അങ്ങനെ അല്ലാതെ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്സും ഇല്ല. ട്രിക്കി ആവാൻ അല്ലെങ്കിൽ ഒരു ഗെയിം വിൻ ചെയ്യാൻ ഉള്ള ഗെയിം വിൻ ചെയ്യാനും മോർ ദാൻ ഒരു ഗുഡ് ഹ്യൂമൺ ആയിട്ട് അവിടെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. ഈ ട്രിക്കി ആവുമ്പോൾ ഇത് അവിടെയുള്ള ആൾക്കാർ അറിയില്ല, പുറത്തുള്ള ആൾക്കാർ കണ്ടോ. ബട്ട് അതൊരു ഗെയിം ആണല്ലോ, അതെല്ലാവർക്കും അറിയാലോ. യു റിയലി തിങ്ക് ട്രിക്കി ആയിട്ടുള്ള ആൾക്കാരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, വോട്ട് ചെയ്യും? ഐ ബിലീവ് ബിക്കോസ് ഗെയിംസ് നമ്മൾ ഒരിക്കലും ദർ ഈസ് എത്തിക്സ് ഇല്ലാണ്ട് കളിക്കണത് വേറെയാണ്, ആൻഡ് ട്രിക്കി അല്ലെങ്കിൽ ആ ഗെയിമിന്റെ സ്ട്രാറ്റജിക്കലി നമ്മൾ മുന്നോട്ട് നേരുന്നതും വേറെയാണ്. സോ ഐ ബിലീവ് ഞാൻ ആ ഒരു പാർട്ടിലാണ് ഞാൻ മുന്നോട്ട് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ടാസ്ക് ഇതാക്കുന്നത്. ഓൾറൈറ്റ് ലോലിറ്റ, അപ്പോൾ ആ ട്രിക്സ് ലോലിറ്റ ബിഗ് ബോസ് സീസൺ 8 വിന്നർ ആക്കട്ടെ. താങ്ക് യു സോ മച്ച്.